ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു പരിപ്പ് വട ഉണ്ടാക്കിയാലോ. എൻ്റെ അമ്മമ്മൻ്റെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് പരിപ്പ് വട തിന്ന ഒരു ആഗ്രഹം കേട്ടോ. അപ്പോൾ ഞാൻ തിന്നാന്ന് വിചാരിച്ചു. എല്ലാവരും റെസിപ്പിയാണ്, റെഡി അല്ലേ? കഴുകി കുതിർത്ത് വെച്ച പരിപ്പാട്ടോ. ഈ കഴുകി വെച്ച പരിപ്പ് ഇപ്പൊ നമ്മള് വെള്ളമൊക്കെ പോക്കി നമ്മൾ ഇത് അവിടെ വെച്ചിട്ട് കണ്ടാൽ നല്ല രസമല്ലേ. 2 സ്പൂൺ പരിപ്പ് നമുക്ക് ഇതിലോട്ട് മാറ്റി വെക്കണം കേട്ടോ. ആദ്യം നമുക്ക് ഈ വെള്ളുള്ളി ഇതിലോട്ട് ഈ ബോളിലോട്ട് ഇട്ടെടുക്കണേ. അപ്പൊ നമുക്ക് ഇട്ടെടുക്കാം. ഈ പച്ചമുളക് നമ്മൾ വട്ടത്തിൽ ഇരിഞ്ഞാട്ടോ. അപ്പൊ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ചെറുതായിട്ട് അരിഞ്ഞ് ഈ ഇഞ്ചി നമുക്ക് ഈ ഇതിലോട്ട് ഇട്ടെടുക്കാം കേട്ടോ. ഈ 5 വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുക്കാം കേട്ടോ. നമുക്കിനി കുറച്ച് കരിവേപ്പില ഇട്ടെടുക്കുക. വറ്റൽമുളക് ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് നമുക്ക് ഈ മിക്സ് ചെയ്ത സാധനം നമുക്ക് ഇനി മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് പെരിഞ്ചീരകം ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ പരിപ്പ് ഉള്ളി ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ചും കൂടി ഇട്ടെടുക്കാം. കുറച്ച് ഉപ്പ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം, ജാറിലോട്ട്. നുള്ളു കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിനി ഇതൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ. ഒരു 5 മിനിറ്റ് മതി. അരച്ചു വെച്ച ഈ സാധനം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. മാറ്റി വെച്ച പരിപ്പ് ഇതിലോട്ട് ഇട്ടെടുക്കാം കേട്ടോ. കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ഇട്ടെടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പൊരിച്ചിട്ട് കാണാം. നമുക്കൊരു പാൻ എടുക്കുക. എന്നിട്ട് അതിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെളിച്ചെണ്ണ വെച്ചുള്ളൂ കേട്ടോ. എന്നിട്ട് അത് ഇത്തിരി ശേഷം ഒന്ന് ചൂടാവാൻ വെക്കുക കേട്ടോ. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ഇനി പരിപ്പുവട മുരിച്ചെടുത്താലോ. ഈ പരിപ്പുവട ഇങ്ങനെ ഇടുന്നതുകൊണ്ടാണ് എനിക്ക് വായിൽ വെള്ളം ഉറന്നു കേട്ടോ. ഒരു പരിപ്പുവടേൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂട്ടി കുടിച്ചാൽ എങ്ങനെ ഉണ്ടാവും ഗൈസ്. ഞാൻ എന്നാ പോയിട്ട് പരിപ്പുവട കഴിക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം കേട്ടോ. ഷെയറും ചെയ്തേക്ക്.